വളപ്പിലെ മരങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് പരാതി. പടർന്നു പന്തലിച്ച മരങ്ങൾ ശക്തമായ കാറ്റ് വീശിയാൽ കടപുഴകിയോ ശിഖരങ്ങൾ പൊട്ടിയോ വീണാൽ കോടതി കെട്ടിടം, മജിസ്ട്രേറ്റ് ക്വാർട്ടേഴ്സ്, സമീപ കടകൾ എന്നിവയ്ക്ക് അപകടമുണ്ടാകും. കോടതി മുറ്റത്തെ പാഴ്മരങ്ങളാണ് ഭീഷണി ഉയർത്തുന്നത്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ താമസക്കാരനാണ്. ഞാൻ കാണുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോടതി പരിസരത്തുള്ള മരങ്ങളെല്ലാം വളരെ വലുതായിട്ട് നട്ടുപിടിപ്പിച്ച മരങ്ങളെല്ലാം ഇതൊക്കെ പാഴ്മരങ്ങളാണ്. അതിന് വേറൊന്നുമില്ല, ഏത് സമയത്തും ഇത് വീഴാവുന്ന അവസ്ഥയാണ്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. കഴിഞ്ഞ വർഷം അങ്ങനെ സംഭവം ഉണ്ടായതാണ്. ഒരു മരം, ഈ വാഗമരം ഒടിഞ്ഞ് വീണു തൊട്ട് പുറകിലും. അപ്പോൾ ഞങ്ങൾക്ക് ഭീതിയുണ്ട്, ഇതൊക്കെ ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ വലിയ വലിയ നാശനഷ്ടങ്ങളും ജീവഹാനികളും ഒക്കെ ഉണ്ടാകാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കോടതി പരിസരത്തുള്ള ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ റോഡിനാണെങ്കിലും തീരെ വീതിയില്ല, ടാർ റോഡ് വളരെ കുറവാണ്. അപ്പോഴാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ള കച്ചവടക്കാർ ഫുട്പാത്ത് അവർ പൂർണ്ണമായിട്ടങ്ങ് കെട്ടിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വൃദ്ധരോ കുട്ടികളോ ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ കോടതി വരുന്നവരൊക്കെ ആ ഫുട്പാത്ത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും റോഡിൽ കൂടെ ഇറങ്ങിയാണ് നടക്കുന്നത്. ഇപ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ദയവായിട്ട് ഫുട്പാത്ത് ക്ലിയർ ചെയ്യണം. ഇതിൽ ഓടകളൊക്കെ വെള്ളം പോകാതെ കിടക്കുന്നു, അതും വൃത്തിയാക്കി തന്നാൽ വളരെ നന്നായിരിക്കും. മരങ്ങൾക്ക് 1/4 നൂറ്റാണ്ട് പഴക്കവും 30 മീറ്റർ ഉയരവുമുണ്ട്. മഴക്കാലം തുടങ്ങിയതോടെ ഇലഭാരം കൂടി. പോലീസ്, അഭിഭാഷകർ എന്നിവർ ഉൾപ്പെടെ വാഹനങ്ങൾ നിർത്തുന്നത് ഇതിന് ചുവട്ടിലാണ്. മരക്കൊമ്പ് പൊട്ടി വീണാൽ എല്ലാം തകരും. കോടതി റോഡ് തിരക്കേറിയതാണ്. സദാനേരം വാഹനങ്ങൾ, ആളുകൾ സഞ്ചരിക്കുന്നു. ഒരാഴ്ച മുൻപ് വലിയ മരക്കൊമ്പ് പൊട്ടി റോഡിൽ വീണു. കാൽനടയാത്രക്കാരായ അമ്മയും മകളും ശരീരത്തിൽ വീഴാതെ തലനാരിഴയ്ക്കാണ് അപകടം പറ്റാതെ രക്ഷപ്പെട്ടത്. ഗൗരവാവസ്ഥ വിവരിച്ച പി വി വർഗീസ് പ്ലാമൂട്ടലിന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ നഗരസഭ പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗത്തിന് 1 മാസം മുൻപ് പരാതി നൽകി. ആരും ചെന്നു നോക്കിയത് പോലുമില്ലെന്ന് പി വി വർഗീസ് പറഞ്ഞു. തുടർന്ന് വകുപ്പ് മന്ത്രി, കലക്ടർ, തഹസിൽദാർ, താലൂക്ക് വികസന സമിതി എന്നിവർക്ക് പരാതി നൽകി. കോടതി റോഡ് ഇടുങ്ങിയതാണ്. കയ്യേറ്റം ഒഴിപ്പിച്ച് നടപ്പാതയിൽ സഞ്ചാരം സുഗമമാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.